I've seen this one. This is a classic. കട്ടുറുമ്പിന് കല്യാണം പുട്ടുകുത്തണ ചെമ്മാനം പട്ടുപുത്തിയ ചപ്പാത്തി അല്ലാതെ വെറുതെ AJP പാടുമ്പോ വെറുതെ ഒരു ഗിത്താർ വായിക്കലല്ല. അല്ല പെരേര പാടുന്നത് താളം തെറ്റിച്ചും പിച്ച് തെറ്റിച്ചൊക്കെയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊണ്ടുവച്ച് ശ്രുതിയിലൊക്കെ ആക്കി അതിൻ്റെ പിന്നീടാണ് അതിൻ്റെ കൂടെ ഗിറ്റാറൊക്കെ വായിച്ചിട്ട് ക്വാളിറ്റിയിലൊക്കെ ആക്കി എടുത്തത്. അതുകൊണ്ടാണ് അത് വൈറലായത്. ഇപ്പം കണി കാണും നേരം നമ്മുടെ ജാസിയുടെ ആ പാട്ടിന് മ്യൂസിക് വന്നപ്പോഴേ അത് വേറെ ലെവലായി. കണി കാണും നേരം കമലാ നേത്രിന്റെ മഞ്ഞ് തുകിച്ചാത്തി. ഒരുപാട് വർക്കുകൾ ഇപ്പം ചെയ്യുന്ന ആളെ പിന്നെ ചെയ്യുന്നത് പറഞ്ഞിട്ട് പിന്നീട് അത് നമ്മളിലേക്ക് എത്താതെ പോകുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഇപ്പോൾ ഉള്ള വർക്കുകളൊന്നും ആരോടും പറയാറില്ല. ലാസ്റ്റ് ഞാനൊരു പാട്ട് പഠിച്ചിട്ട് സെറ്റ് ആകാൻ ശരിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ശരിയാക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. പിന്നെ എനിക്ക് വിജയുടെ ആ പാട്ട് വിജയുടെ ഏതായിരുന്നു സോങ്? മറക്കുമാ മാമയെന്നോ മടിയിലെ പഞ്ചവർണ്ണോ മടിയിലെ ഊഞ്ചൽ സത്യത്തിൽ ഏതൊരു പാടത്തിൽ കാണാൻ ഒരു നല്ലൊരു സോങ്, ഒരു ഐറ്റം സോങ് അങ്ങനെ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അവരെ കൊണ്ട് ഞാൻ പാടിപ്പിക്കും. വീട്ടിലെ സൗണ്ടാ. അനുരാഗ വിരോചനായി അതിരേറെ മോഹിതനായി പരിമീലെ നിൽക്കും ചന്ദ്രനും ആഷിറിനൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് എടുത്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ ആഷിറിന്റെ വീഡിയോ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പൊ ആഷിർ ഇങ്ങനെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങളുടെ ചെയ്തു തരും. അപ്പൊ എല്ലാം കൂടെ എടുത്ത് ചെയ്യാനുള്ള സമയമില്ല. അതിനകത്ത് പെട്ടെന്ന് സെലക്ട് ചെയ്ത് കിട്ടുന്ന ഏതെങ്കിലും ആണെങ്കിൽ ഓക്കെ. കുറച്ച് റീച്ച് സാധ്യതയുള്ളതോടെ നമ്മൾ നോക്കണമല്ലോ. ആദ്യമായിട്ട് ഗിറ്റാറിൽ വായിച്ചൊരു മ്യൂസിക് ഏതാണ്? ആദ്യമായിട്ട് 90s ചോദിച്ചു ഞാൻ ആദ്യം നെഞ്ചുക്കുൾ പെയ്തിടും മാമലയും മൂഴിടും താമരയും. എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരും മ്യൂസീഷ്യന്മാരായിട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ആരുമില്ല. ഞാനൊരു സമയം തൊട്ട് അങ്ങ് പഠിച്ചു തുടങ്ങുമായിരുന്നു. പക്ഷേ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ എനിക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നിയത് ഈ അലഞ്ചസ് പെരേരയുടെ വീഡിയോ. കൊണ്ടിരുത്തിയ നങ്കനവാടി ഞാൻ പറഞ്ഞു ആഹാ ഈ ഞാനോലയിലൂതും പീപ്പി തഴത്തോട്ടിൽ നെടുമീൻ തപ്പി തലവരയില്ലാത്തോനോ പണ്ടേ ഞാനൊരു വാഴ ഗുണം പിടിക്കാത്തൊരു മോനാ പണ്ടേ ഞാനൊരു വാഴ. ഹായ് ഹലോ വെൽക്കം ടു സിനിമാടെക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വലിയൊരു മ്യൂസിക് കമ്പോസറാണ്. ഞാനിപ്പോൾ കട്ടുറുമ്പിന് കല്യാണം പാടിയിട്ട് തെറ്റിപ്പോയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം തെറ്റുന്ന പാട്ടുകളെല്ലാം ശരിയാക്കുന്ന മ്യൂസിക്കിൽ മാസ്മരികത തീർക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം അനു ബി ഐവർ. അപ്പൊ എന്റെ കട്ടുറുമ്പിന് കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി നമുക്കത് പാടിയാലോ? എന്നിട്ട് ഒരു നല്ല പാട്ട്. അപ്പം എന്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ട് കൈയടിക്കുക. മ്യൂസിക് ആണോ പാട്ടാണോ മികച്ചതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. തെറ്റിയാലും കുഴപ്പമില്ല. ഞാൻ നല്ല കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് പാടും. ഓക്കെ, ഞാൻ കുറച്ച് താളം ഇടട്ടെ. പണ്ടത്തെ ആ ഒരു കഴിവൊക്കെ എടുക്കട്ടെ. സ്റ്റാർട്ട് 1 2 3 സ്റ്റാർട്ട്. കട്ടുറുമ്പിന് കല്യാണം ഒട്ടുകുത്തണ ചെമ്മാനം ഒട്ടുകുത്തിയ പാപ്പാത്തി പാട്ടൊരുക്ക് കെട്ടിലമ്മയ്ക്ക് മിണ്ടാട്ടം കച്ച താം പുത്തനച്ചി വരുന്നേരം പൂവിരിക്ക്. സോറി, മറ്റേ ഇത്രയേ പറ്റുന്നുള്ളൂ. പക്ഷെ എനിക്ക് നന്നായിട്ട് പാടണം. ഞാൻ വേറെ ഏതെങ്കിലും എനിക്ക് ആദ്യം തൂമേരി വാസ്തേ ഒന്ന് പാടിത്തരും എന്നാ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കട്ടുറുമ്പിന് കല്യാണം ഒന്ന് പാടിയിട്ട് സ്വന്തമായിട്ടൊന്ന് വായിക്കൂ. എന്റെ പാട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് അതിന്റെ ഒന്നിച്ച് ഞാനും വേണേ പാടാം. എന്റെ ഒന്നിച്ച് വേണേ ഞാനും പാടാം, ഒരു കോറസ് ആയിട്ട്. AJP ശാപം കാരണം ഈ പാട്ട് ഇതുവരെ ആരും ശരിയാക്കിയ ചരിത്രം ഇല്ല. AJP ആണ് ഈ കട്ടുറുമ്പിന് കല്യാണത്തിന് ഒരു ശാപം. ചുമ്മാ 1 2 3 4. കട്ടുറുമ്പിന് കല്യാണം ഒട്ടുകുത്തണ ചെമ്മാനം കുത്തിയ പാപ്പാത്തി പാട്ടൊരുക്ക് കെട്ടിലമ്മയ്ക്ക് മിണ്ടാട്ടം കട്ടെടുക്കണ താമ്പൂലം പുത്തനച്ചി വരുന്നേരം പൂവിരിക്ക്. ഈശ്വര, ഈ പാട്ട് പാടിയവരെ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇല്ലേ, എന്താന്നറിയില്ല, അങ്ങനെ സ്വരങ്ങളൊന്നും അങ്ങ് ശരിയാവുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഒരു ഗായകൻ കൂടിയല്ലേ, പറയൂ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ പാടുന്നതിനകത്തെല്ലാം പാട്ടുണ്ട്. പിന്നെ
ഇതിനകത്ത് ഇപ്പോൾ ഓരോരുത്തരുടെ പാട്ടുകൾ കാണുമ്പോഴത്തേക്കിന് അതിനകത്ത് ഓൾറെഡി സംഗീതമുണ്ട്, മ്യൂസിക്കുണ്ട്. പിന്നെ അവർ പ്രൊഫഷണലി പിച്ച് ചെയ്താൽ കറക്റ്റ് അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പാടി പോകുന്നത്. ഇപ്പോൾ ഒത്തിരി എന്താ പറയുക, ഒത്തിരി പ്ലഗിൻസ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ശരിയാക്കി പാടത്തില്ല എന്ന് പറഞ്ഞ ആരും വിഷമിക്കുക വേണ്ട. പാടാത്തവരെയും പാടിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ യുഗത്തിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. അനൂപി ഐവറിന്റെ ഒരു മാസ്മരികതയാണ്. അതാണ് ഞാൻ ചോദിക്കാനിരിക്കുന്നത്. എത്ര ഇപ്പം കണി കാണും നേരം കമല നേത്രൻ, നമ്മുടെ ജാസിയുടെ ആ പാട്ടിനെയും മ്യൂസിക് വന്നപ്പോഴേ അത് വേറെ ലെവലായി. അപ്പൊ ഈ പറഞ്ഞതുപോലെ സ്വരലയങ്ങളൊന്നും കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും പാടാൻ പറ്റും അല്ലെ, മ്യൂസിക് വിടാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഞാനിങ്ങനെ ഓരോ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിനകത്തൊരു പാട്ടുണ്ട്, എനിക്കൊരു 4 വരി കിട്ടിയാൽ മതി, അതിനകത്ത് പാട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്തു വെച്ച് ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് ഇതിനെ കളിയാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ആ എടുക്കുന്ന ആ ക്യാരക്ടർ അതിനകത്ത് പാടുന്നൊരു കുറച്ച് വരി കിട്ടിയാൽ മതി. അതെടുത്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് എൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ നിന്ന് കുറേ പണിയൊക്കെ ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവച്ചിട്ട് പാടുന്നത്. അത് കണ്ടാൽ തോന്നും ജസ്റ്റ് ഗിറ്റാർ വായിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ പോയി കുറേ പണിയൊക്കെ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് പാടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ചെയ്ത 1-2 പാട്ടുകളുണ്ട്. അതിനകത്ത് ജാസിയുടെ ഉണ്ട്, അലൻ ജോസ് പെരേര ഉണ്ട്. പിന്നെ എനിക്ക് വിജയുടെ ആ പാട്ട്, വിജയുടെ ഏതായിരുന്നു സോങ്? ഇഞ്ചിയിടുപ്പാളക. ആ സോങ് വിജയണ്ണം പാടിയ ദളപതി ഫാനാ ഞാൻ കട്ട. ആ ഒരു പാട്ടേ അതിലങ്ങ് അലിഞ്ഞു പോയി. അതിനൊരു മ്യൂസിക് ഇട്ടതേ ഈ ഗിറ്റാർ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. അത് അതിനകത്ത് ഗിറ്റാർ മാത്രമേ ഉള്ളൂ. വിജയ് പുള്ളിക്കാരൻ പാടിക്കുന്നത് ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്ന് മെലഡിയും ചെയ്യാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതിന്റെ കൂടെ ഗിറ്റാർ വായിച്ചു കൊടുത്തു, അടിപൊളി. ഞാനില്ല അറിയുന്ന ഒരു പാട്ട് ഞാൻ ലാസ്റ്റ് പാടി, അതിനൊന്ന് വായിച്ചു തരുമോ? ഏതാ? എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു പാട്ട്. ഓക്കെ, ഇപ്പൊ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി. നമ്മൾ ആദ്യം തന്നെ ഞാൻ എന്റെ പാട്ട് കേട്ട് ഓഡിയൻസിനെ വെറുപ്പിക്കുന്നില്ല. അപ്പൊ എനിക്കൊരു പാട്ട് ഒന്ന് പാടിത്തരും, എന്നിട്ട് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ആളെ പിടികിട്ടിയല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ അനൂപി ഐവർ എന്നുള്ള ഒരു പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അലൻ ജോസ് പെരേരയുടെ ആ കട്ടുറുമ്പിന് കല്യാണം എന്നുള്ള ആ പാട്ട് തെറ്റിച്ചപ്പോ അത് നന്നായിട്ട് അതിന് ഗിറ്റാർ വായിച്ച് അവനെ അങ്ങ് എന്താ പറയാ ഭയങ്കര ഹൈപ്പ് കൊടുക്കാനും കൂടി അതിന് പറ്റിയല്ലേ? അത് മാത്രല്ല ജാസിയുടെ പാട്ട്, പിന്നെ നമ്മുടെ ജാൻമണി നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ ജാൻമണി ഞാൻ കേട്ടിട്ടുള്ള ജാൻമണി ബംഗാളിലെ ഏതോ നല്ല സംഗീത കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അവരുടെ ആ ഒരു ഭാഷ രണ്ടായിട്ട് കൊണ്ടുള്ള ഒരു പ്രൊണൗൺസിയേഷന്റെ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല സിംഗർ തന്നെയാണ് പുള്ളി. നല്ല രസമുണ്ട് ആ പാട്ടുകൾ, നന്നായിട്ട് പാടുന്നുണ്ട്. അതെ നല്ല സിംഗർ. അതെ അല്ല, മലയാളം അത്രയും കഷ്ടപ്പെട്ട് പാടുന്നു. അത് കണ്ടപ്പോൾ സത്യത്തില് എനിക്ക് അവരാ എടുത്ത ഒരു എഫേർട്ട് കണ്ടപ്പോൾ എനിക്ക് അതിന്റെ കൂടെ വായിച്ചു കൊടുക്കാന്ന് എനിക്ക് തോന്നിയത്. ഒത്തിരി നല്ല കമന്റുകൾ വന്നിട്ടുണ്ട് അതിനകത്ത്. നമ്മൾ ആ ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒത്തിരി കമന്റ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് കമന്റുകളാണ് കൂടുതലും. നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് അതൊന്നും പ്രശ്നമല്ല. നമുക്ക് അതിനകത്ത് മ്യൂസിക് കേട്ടുണ്ടോ അതിനെ അങ്ങോട്ട് കയറ്റി വിടുക. പിന്നെ ഇതിന് ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 വരിയോ പാടാൻ അറിയുന്ന വരി എത്രയാണെന്ന് വെച്ചാൽ പാടിക്കോ, അതിന് നിങ്ങൾക്കൊരു കോൺഫിഡന്റ് ഉണ്ട് പാടിക്കോ. അത് എത്ര തെറ്റിയാലും അതിന് ഗിറ്റാർ വായിക്കാനും മ്യൂസിക് ചെയ്യാനും എന്താ പറയാ അനുണ്ടാവും. അതെ, ഇതുപോലെ ആദ്യം സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യ സമയങ്ങളിൽ ഞാനിങ്ങനെ ഓരോരുത്തരുടെ പാട്ടുകൾ എടുത്തിട്ട് ചെയ്യുമായിരുന്നു, അതിന് ഇത്രയ്ക്ക് വ്യൂ ഉള്ളു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എനിക്കിങ്ങനെ ഓരോരുത്തരിങ്ങനെ അയക്കുന്നുണ്ട്, ഇങ്ങനെ വെറുതെ ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ലാതെ വെറുതെ പാടിയിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ട്, ഒന്ന് ചെയ്യുമോ. അപ്പൊ അതിനകത്ത് ഓരോന്നിങ്ങനെ ഒരു ദിവസം തന്നെ. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് വൈഫാണ് ഇതിങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ സെൻഡ് ചെയ്തിട്ട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നത്. അതെടുത്ത് വെച്ച് ചെയ്തു. പുള്ളിക്കാരി ഇങ്ങനെ അയച്ചു തന്നോണ്ടിരിക്കുന്നത്, ഇതെടുത്ത് ചെയ്യും, ഇത് ചെയ്യും. അനുത ഇത് ഭയങ്കര വൈറലായിരുന്നു. അയ്യോ, സത്യത്തിൽ ഏതൊരു പാടത്തിൽ കാണാൻ ഒരു നല്ലൊരു സോങ്, ഒരു ഐറ്റം സോങ് അങ്ങനെ എന്തെങ്കിലും ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ കൊണ്ട് ഞാൻ പാടിപ്പിക്കും. കിട്ടില്ല സൗണ്ടാ. അതെ അത് വിമിചേട്ടന്റെ അടുത്ത് പറഞ്ഞ പുള്ളി അങ്ങനെ തന്നെ ചെയ്യാൻ പറയും വേണമെങ്കിൽ. ജാൻമണി പാട്ടുപാടി ഒരു വെറൈറ്റി ആയിരിക്കും അല്ലേ? വെറൈറ്റി ആയിട്ട് സംഗീതം ചെയ്യാൻ പറ്റില്ലേ? ജാൻമണി നല്ല സിംഗറാ, പെർഫെക്റ്റ് സിംഗർ തന്നെ. അപ്പോൾ പുള്ളിക്കാരിക്ക് നല്ലൊരു പാട്ടിനൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി നന്നായിട്ട് തകർത്ത് തരുമെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം പറഞ്ഞാലേ ഈ ഒരു മ്യൂസിക് ഗിറ്റാർ വായിച്ച സമയത്താണ് അവരുടെ ഒരു കഴിവ് നമുക്ക് ഒന്നുകൂടി മനസ്സിലാവുന്നത്. അതിന് പറ്റിയൊരു താളം ഇടുമ്പോഴേ ആ ഒരു പാട്ടിന് പറ്റിയ തെറ്റിപ്പോയാലും അവരുടേതായിട്ടുള്ള ഒരു ശൈലി പാടുമ്പോൾ അതിനൊരു മ്യൂസിക് കൊടുക്കുമ്പോഴാണ് അതിനൊരു ജീവൻ വെക്കുന്നത്. തീർച്ചയായിട്ടും. ഇൻസ്ട്രുമെന്റിന്റെ കൂടെ പാടുമ്പോൾ തന്നെ നമുക്കൊരു പാട്ടുകാരല്ലാത്തൊരു വ്യക്തിക്ക് പോലും പാട്ടുകാരായിട്ട് തോന്നും. അത് ജസ്റ്റ് ഗിറ്റാർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഉപകരണം ആയിക്കോട്ടെ, അതിന്റെ കൂടെ ജസ്റ്റ് ചുമ്മാ പാടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അപ്പോൾ എത്രയോ പേര് അങ്ങനെ
കൊതിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പാട്ടും ഇങ്ങനെ ഒന്ന് കേട്ടാൽ കൊള്ളായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി സന്തോഷം ഞാൻ കൊടുക്കുന്നു മാത്രമേ. സന്തോഷം ഫ്രീ ആയിട്ടാണോ കൊടുക്കുന്നത് അതോ? ഫ്രീ ആയിട്ട് തന്നെ. കാരണം ഇപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങളുടെ ചെയ്തു തരും. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ചെയ്യാനുള്ള സമയമില്ല. അതിനകത്ത് നിന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്ത് കിട്ടുന്ന ഏതെങ്കിലും ആണെങ്കിൽ ഓക്കെ. പിന്നെ കുറച്ച് റീച്ച് സാധ്യത ഉള്ളതോടെ നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ കൂടെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് പാട്ടുകളൊക്കെ എടുത്ത് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് വാഴ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വാഴയിലെ ആ ടീമിന്റെ തന്നെ ഒരു എന്താ പലക അല്ലേ? അത് പക്ഷേ എന്നും നിന്നെ. അപ്പൊ ഞാൻ വാഴ ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ വാഴയായിട്ട് ബന്ധപ്പെട്ട് ആഷിറൊക്കെ ആണല്ലോ. അപ്പൊ ആഷിറിനൊക്കെ ഏതെങ്കിലും ഒരു പാട്ട് എടുത്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഞാൻ ആഷിറിന്റെ വീഡിയോ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പൊ ആഷിർ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ എന്നും നിന്നെ പാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ എടുത്തോ, ഇതെടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടാണ് അത് ചെയ്തത്. എന്താ കുളിരുന്നാ എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികെ എന്നും എന്നും എന്മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ ഓക്കെ. ഞാനില്ലേ ലാസ്റ്റ് ഞാനൊരു പാട്ട് പഠിച്ചിട്ട് സെറ്റ് ആകാനി. ഇനിയിപ്പോ ആദ്യം എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? എങ്ങനെയാണ് ശരിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ശരിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കണ്ടോ, എനിക്ക് തെറ്റിപ്പോകുന്നത് ഇപ്പോഴാണ്. എനിക്ക് നന്നായിട്ട് പാടും. ഞാൻ നന്നായിട്ടല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും പാടുമല്ലോ. കുറച്ച് നന്നായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് എന്താ പറയാ SP ആണെന്ന് ആൾക്കാർ വിചാരിക്കും. നന്നായിട്ടല്ലെങ്കിലും കുറച്ച് എല്ലാവരുടെ ഉള്ളിലും ഒരു കഴിവുണ്ടല്ലോ അല്ലേ? എനിക്കൊരു പാട്ട് കേൾക്കണം, ഒന്ന് പാടിത്തരുമോ? വൈഫിന്റെ പേര് അഞ്ജു ലക്ഷ്മി. പ്രണയത്തിലേക്കൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് വരാം. എന്നാലും ഒന്ന് അഞ്ജു ലക്ഷ്മിക്ക് വരുന്ന ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാട്ടെങ്കിലും ഡെഡിക്കേറ്റ്. പിന്നെ എല്ലാ അനുവിന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അത് കേൾക്കുന്നത്. ഓക്കെ, പാടാം. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറിച്ചൊല്ലുന്ന മലർത്തേൻ കിളി, എന്റെ കരളിന്റെ കഥ കേൾക്കുമോ? കന്നിക്കുറിമാനം അവൾ കേൾക്കുമോ? അവളില്ലാതെ ഞാനില്ല ഇന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ? പരിഭവം പറയുമോ? ശരിക്കും പറഞ്ഞ ഈ പാട്ട് കേട്ടിട്ടേ ആ വോയിസിന് ഞാൻ ഒരു എന്താ പറയാ അത്രയും ഒരു ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്ര ഒരു അഡിക്റ്റ് ആയിപ്പോയി ഈ ഒരു വോയിസ്. എല്ലാരും പറയുന്നതാണ് ഈ ശബ്ദത്തെ കുറിച്ച്. സിംഗറായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ മ്യൂസിക് കമ്പോസർ ആയിട്ട് തന്നെ തുടരാനാണോ ഇഷ്ടം? തീർച്ചയായിട്ടും മ്യൂസിക് കമ്പോസർ ആവാനാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാ? പാടുന്നതിനേക്കാളും പാടിപ്പിക്കുന്ന ഇഷ്ടം. എന്ന് വെച്ചാൽ എനിക്ക് ട്യൂൺ ചെയ്യുന്നതും കമ്പോസ് ചെയ്യുന്നതൊക്കെ പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് സാധിച്ചില്ല. പിന്നീട് കുറേ ഞങ്ങൾ രണ്ടുപേരൂടെ ഇതിനു വേണ്ടി ഇറങ്ങി തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരി നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ലേറ്റായിപ്പോയി. ഇപ്പോൾ അതെല്ലാം ഇപ്പം തിരിച്ചു പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ എപ്പം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഗിത്താർ വായിക്കാനും ഗിത്താർ പഠിച്ചതും ഈ മ്യൂസിക് കമ്പോസർ ആവാനും ഒക്കെ ആഗ്രഹം തുടങ്ങിയതൊക്കെ എപ്പോൾ മുതലാണ്? പഠിച്ചത് എന്ന് പറയാനായിട്ട് ഞാൻ എൻ്റെ ഫീൽഡ് ആനിമേഷൻ ഫീൽഡായിരുന്നു. അപ്പോൾ അത് കുറച്ച് ആൾ ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ അതെല്ലാം വിട്ടിട്ട് നേരെ മ്യൂസിക് ആണെന്ന് തിരിച്ചറിഞ്ഞ് നേരെ അതിലോട്ടങ്ങ് ഇറങ്ങുമായിരുന്നു. പിന്നെ ശേഷം പോയിട്ട് നമുക്ക് നമ്മുടെ മിക്സുകളും പാട്ടുകളൊക്കെ ഒരു ക്വാളിറ്റി വ്യത്യാസം മനസ്സിലായപ്പോൾ പോയി സൗണ്ട് എഞ്ചിനീയറിംഗിന് ചേർന്നു. സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് വെബ് സീരീസ് മേഖലയിലോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെ മ്യൂസിക്കായിട്ട് തിരിയാണ്. പിന്നെ അങ്ങനെ കുറേ ബന്ധങ്ങളായി, കൂട്ടുകാരായി, എല്ലാവരും ഈ ഫീൽഡൊക്കെ തന്നെ. അപ്പോൾ ഞാൻ മനസ്സിലായി മ്യൂസിക് തന്നെയാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊടുത്തു അതിന്. പിന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്റുകളും ഇപ്പോൾ ഇങ്ങനെ കമ്പോസിങ് തുടങ്ങിയതുകൊണ്ട് ഓരോ ഇൻസ്ട്രുമെൻറ്റുകളും പരിചയപ്പെട്ട് വരണമല്ലോ. അപ്പം പറയാൻ ഇങ്ങനെ സ്വന്തമായിട്ട് പഠിച്ച് വരുമായിരുന്നില്ല. അങ്ങനെ പഠിക്കാനായിട്ട് ഒരിടത്ത് ഇങ്ങനെ പോയിരുന്നിട്ടില്ല. ഗിത്താർ സ്വന്തം പഠിച്ചാണോ? അല്ല, അതെ, ഗിത്താർ സ്വന്തമായിട്ട് പഠിക്കാൻ അതെ, പറ്റും? ഞാൻ തീർച്ചയായിട്ടും പറ്റും. ഗിത്താറിലെ ഇത് ഈ എന്താണ് ശരിക്കും ഗിത്താറിന്റെ ഒരു പ്രത്യേകത? ഇതെങ്ങനെ പഠിക്കുക? അങ്ങനെ ചോദിച്ചാല് ഈ കൊറേ ഇതില്ല, അതിനെന്താ പറയാ, സ്ട്രിങ്സ്. ഇത് തനിയെ വീട്ടിൽ വരുമ്പോഴത്തേനും പഠിച്ചോളൂ. ഒരു ആത്മാവെന്ന് പറയുന്നത് ശരിക്കും എന്താ? ഗിറ്റാർ ഒരു രണ്ട് സ്റ്റൈലിൽ വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്. ഗിറ്റാർ നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം.
വേണമെങ്കിൽ നമുക്ക് കോഡ്സിന് ഉപയോഗിക്കാം, വേണമെങ്കിൽ സ്ട്രമ്മിങ് സ്റ്റൈൽ ഉപയോഗിക്കാം, എന്തിനുള്ളിൽ ഉപയോഗിക്കാം. ഗിറ്റാർ മാത്രം മതി ഒരു പാട്ടിനകത്ത് നമുക്ക് നല്ല രീതിയിൽ. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിനേക്കാളും കൂടുതൽ തമിഴ് സോങ്ങുകൾക്കാണ് ട്രെൻഡ് കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് ഗിറ്റാറിനകത്ത്. ഇപ്പം കൂടുതലും ഗിറ്റാറിനകത്ത് എല്ലാവരും ഇറങ്ങുന്നുണ്ടെങ്കിലും തമിഴ് സോങ്ങുകളിൽ കൊണ്ടുവന്ന ഒരു ഗിറ്റാർ സ്റ്റൈൽ ഭയങ്കര രസമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആ സമയത്തൊക്കെ തമിഴ് സോങ്ങുകൾ, എ ആർ റഹ്മാൻ സോങ്ങുകൾ മാത്രമായിരുന്നു കേൾക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് അരിശയരാജ് ഇങ്ങനെ ഓരോരുത്തർ പാട്ടുകൾ വന്നപ്പോഴെല്ലാം നമുക്ക് ഗിറ്റാറിനോട് ഭയങ്കര അടുപ്പം തോന്നി. പിന്നെ വാരണമായിരം സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ കുറെ സമയം എടുക്കുമോ? അപ്പൊ ഒറ്റക്ക് പഠിക്കുന്നവർക്ക് പറ്റുമോ പെട്ടെന്ന്? അങ്ങനെയല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റിനും ബാക്കി പ്രാക്ടീസാണ്, ഇരുന്നാൽ മാത്രം മതി. ഞാൻ വലിയ ഗിറ്റാറിസ്റ്റ് ഒന്നുമല്ല, ഏകദേശം നമുക്ക് ആ മ്യൂസിക്കിന്റെ കുറെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അത് ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്തു, അത്രേ ഉള്ളൂ. വലിയ ഗിറ്റാറിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസർ അല്ലേ, അപ്പൊ എല്ലാം അറിയാലോ. വലിയൊരു എന്തായാലും ഇങ്ങനെ നമ്മുടെ കഴിവുകളെ ശരിക്കും പറഞ്ഞാൽ ഒന്നും അല്ല എന്ന് പറയുമ്പോഴാണ് എല്ലാരും അംഗീകരിക്കുന്നത്. ഒരു ജാടയില്ലാതെ. എളിമയല്ല, എളിമയുടെ അല്ല, ഇത് എങ്ങനെയാണ് പറഞ്ഞു ഫലിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല ഇതിനകത്ത്. അതാണ് പഠിപ്പിച്ചാലും മനസ്സിലാവുകയില്ല അപ്പൊ എന്താ കുഴപ്പമില്ല. ഇതിനകത്ത് ഗിറ്റാർ ഞാൻ പഠിക്കുന്ന സമയത്ത് എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് ആ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ആ യൂട്യൂബിൻ്റെ സാധ്യതകളൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നവരും ബാൻഡിലൊക്കെ പെർഫോം ചെയ്യുന്നവരുണ്ടായിരുന്നു. അതിനേക്കാളും ഒരു യൂട്യൂബാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത്. പിന്നെ ഗിറ്റാർ പഠിക്കുമ്പോൾ ആദ്യം സ്വരങ്ങളാണോ പഠിച്ചെടുത്തത്? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ എന്താ? സ്ട്രമ്മിങ്ങാണ്. ഗിറ്റാറിനകത്ത് ആദ്യം നമ്മൾ കുറച്ച് സ്ട്രമ്മിങ്ങും പാറ്റേൺസ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് കുറച്ച് കോഡ്സ് എല്ലാം അങ്ങ് പഠിക്കും ആദ്യം. അത് വെച്ച് പോയിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ഗിറ്റാറിൽ വായിച്ചൊരു മ്യൂസിക് ഏതാണ്? ആദ്യമായിട്ട് അന്ന് 90s ചോദിച്ചു ഞാൻ ആദ്യം നെഞ്ചുക്കുൾ പെയ്തിടും മാമലയും നിനക്കുൾ മൂழ்கிடும் താമരയും മറ്റെന്ത് മാറുത് വാനിലേ എന്നെയും കാൽകളേ ഓം ശാന്തി ശാന്തി ഓം ശാന്തി നാരേന്തി ஏன் சென்றால் சென்றால் என അത്താണി എന്നങ്ങാണ്ടല്ലേ? അത്താണി അതല്ല, ആ പാട്ട് ഞാനും 90s. പക്ഷെ അത് പെട്ടെന്ന് അത് നമ്മുടെ ഒരു എന്താ പറയാ, ആ സമയത്തെ ആ പാട്ടൊരു വൈബായിരുന്നു അല്ലേ സൂര്യയുടെ? പിന്നെ ആ സമയത്ത് എല്ലാവരും പഠിച്ച് തുടങ്ങാൻ കാരണം ഇതൊക്കെ തന്നെ. ആ സമയത്തുള്ളൊരു നല്ലൊരു ശതമാനം ആൺകുട്ടികളും ഗിറ്റാർ പഠിക്കാനൊക്കെ തുടങ്ങാൻ കാരണമായ ഒരു സിനിമയത്. അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നിയതാ ഗിറ്റാറിനോട്. അന്ന് പഠിച്ചത് ആദ്യം പഠിക്കുന്നത് ഇതൊക്കെ തന്നെ. ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്നാലും ഇത് സ്വന്തമായിട്ട് പഠിച്ചിട്ട് അങ്ങനെ ട്യൂൺ ചെയ്യാന്ന് പറയുമ്പോഴേ ഭയങ്കര ഗിറ്റാർ വായിക്കാന്ന് പറയുന്നത് അതിനെന്താ പറയാ, അതിനൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട് കേട്ടോ. താങ്ക് യു. നമുക്കൊന്നും എല്ലാവർക്കും എല്ലാം പറ്റുമെന്നാണ് ഇത് ശരിക്കും തെളിയിക്കുന്നത്. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല അല്ലേ? അതെ അതെ അതെ, എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും പറ്റില്ല എന്നൊരു ഓപ്ഷൻ ഇല്ല യഥാർത്ഥത്തിൽ. നമുക്ക് എല്ലാവർക്കും പറ്റും. കാരണം കഷ്ടപ്പെട്ടാൽ പറ്റും, അത്രേ ഉള്ളൂ. കുറെ നേരം ഇരിക്കണം ഇതിനു വേണ്ടി, അതേ ഉള്ളൂ. സമയം എടുക്കാം. നല്ല ജീവിതത്തിന്റെ എത്ര ഭാഗങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു? ഏകദേശം ഒരു 2016 മുതൽ മ്യൂസിക്കിന്റെ പുറകെയുണ്ട്. അപ്പോൾ ഏകദേശം 10 വർഷം ആവുന്നു. 10 വർഷത്തോളം സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ് ഇതൊക്കെ. മ്യൂസിക്കും ആ ഒരു യാത്ര മൊത്തത്തിൽ ഏകദേശം ഒരു 10 വർഷം ആവുന്നു. വർക്കുകൾ ചെയ്തതും പെട്ടെന്നായിരുന്നു. അങ്ങനെ പഠിച്ചെടുത്തിട്ട് എപ്പോഴാണ് ഒതളങ്ങാ തുരുത്തിന്റെ മ്യൂസിക് ഏതാണ്? മ്യൂസിക് കമ്പോസർ ആയിരുന്നു. അതെങ്ങനെയായിരുന്നു? ഒതളങ്ങാ തുരുത്ത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വെബ് സീരീസ് ആയിരുന്നു. അതിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഒതളങ്ങാ തുരുത്തിലേക്ക് എത്തുന്നത് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൽ നായകൻ ജയേഷുമായിട്ട് നല്ല ഇൻസ്റ്റാഗ്രാമിൽ നല്ല കമ്പനി. അപ്പം പുള്ളിയാണ് അതിലേക്ക് ക്ഷണിക്കുന്നത്. നത്തും അബിനും ജയേഷും കൂടാണ് എന്നെ അതിലോട്ട് ക്ഷണിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങളൊരു ടീമായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു 2ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു, 2ഓ 3ഓ. അപ്പോൾ അതിലേക്ക് വിളിച്ചിരുന്നു. പിന്നീട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു യാത്രയായിരുന്നു. അതിങ്ങനെ പോയി അത് ബാഹ്യമർദ്ദനമൊക്കെ എത്തിയപ്പോഴത്തേക്കിന് അത് ഹിറ്റായി. പിന്നെ അതിനുശേഷം പിന്നെ ഇത് തന്നെ വെബ് സീരീസ്, ഷോർട്ട് ഫിലിംസ് എല്ലാമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. പിന്നീടാണ്
പിന്നെ ലൈം ലൈറ്റിലോട്ട് അങ്ങനെ വന്നില്ലെന്ന് തോന്നുന്നല്ലേ. അവരൊക്കെ ഹിറ്റ് ആയപ്പോഴും കുറച്ച് ബാക്കോട്ട് നിൽക്കുന്ന ഒരാളാണോ, എങ്ങനെയാണ് ക്യാരക്ടർ? അതിന് കാരണം ഇപ്പൊ ഒതളങ്ങാത്തുരത്തിൽ വന്ന നത്തൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു, എല്ലാരും ഭയങ്കര ഹിറ്റായി. പക്ഷേ എന്തുകൊണ്ടോ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് കുറച്ച് ബാക്കോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ലൈം ലൈറ്റിൽ നിൽക്കാത്ത ആളാണോ? അല്ല, അതുകൊണ്ടല്ല. അപ്പോൾ നമുക്ക് ഒരു ആക്ടേഴ്സിനെ പോലല്ല, മ്യൂസീഷ്യന്മാർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു സിനിമ ഫീൽഡിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന എക്സ്പീരിയൻസാണ്. എത്ര പടങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ മറ്റ് എക്സ്പീരിയൻസ് നമ്മളോട് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെബ് സീരീസ് ചെയ്ത് വന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ചെയ്യുമെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെ വിശ്വസിച്ച് നമ്മളെ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അലയാനായിട്ട് പോയിട്ടുമില്ല. എൻ്റെ കൂട്ടുകാരെങ്കിലും സിനിമയിലോട്ട് കയറട്ടെ, അന്നത്തേക്ക് ഞാനും വരാം എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചു. ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ സിനിമയിലുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സിനിമയിലേക്ക് എത്തുന്നുണ്ട്. ഒരു സിനിമ ചെയ്തില്ലേ, മുഹമ്മദ് ഖാൻ സർബത്ത് അല്ലേ? അല്ലല്ല, CID രാമചന്ദ്രൻ. CID രാമചന്ദ്രൻ അതിലെ മ്യൂസിക് കമ്പോസ് ചെയ്തല്ലോ. അതെ. അതിലേക്ക് എങ്ങനെയായിരുന്നു എത്തുന്നത്? അതിൽ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പം അവനാണ് അതിലോട്ട് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് അവർക്ക് അവസാന ഘട്ടത്തിലായിരുന്നു പാട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്ത് കൊടുത്തു, അതിലേക്ക് എടുത്തു. അത് വിധിച്ചേട്ടനാണ് പാടിയിരിക്കുന്നത്, വിധു പ്രതാപ്. അപ്പോൾ അതേതായിരുന്നു സോങ്? ആരും കാണാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു സിനിമയാണ് ചെയ്തത്. അപ്പൊ ഇനി സിനിമ വരാൻ പോകുന്നൊക്കെ ഞാൻ കേട്ടല്ലോ. അത് ഒരുപാട് പുറത്തേക്ക് വിടുന്നില്ല എങ്കിലും ഉടനെ ഒരു സിനിമയുണ്ട്. പിന്നെ എൻ്റെ 2 സുഹൃത്തുക്കൾ സിനിമ എടുക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഫൈനൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് സെഷനിലോട് ഞാനിപ്പോൾ ഇരിക്കുകയാണ്. ഇപ്പം അടുത്ത ഹിറ്റായ ഒരു സിനിമയുടെ ഒരു ഡയറക്ടർ സമീപിച്ചു മ്യൂസിക് ചെയ്യാന്നൊക്കെ കേട്ടു. ഞാനിങ്ങനെ കേട്ടതാണ്. അത് പുറത്തു വിടാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ഒന്ന് അത് ക്ലൂ തരാൻ പറ്റുമോ? അതിൻ്റെ വർക്കുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിനകത്ത് ക്ലൂ ഒന്നും തരുന്നൊന്നുമില്ല. ഏകദേശം ഫൈനൽ വർക്കൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് പുറത്ത്. ഇങ്ങനെ ശരിക്കും നല്ല കാര്യങ്ങൾ ആരോടും ആദ്യമേ പറഞ്ഞാൽ നടക്കില്ല, അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണോ പറയാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഏറെക്കുറെ. കാരണം ഒരുപാട് വർക്കുകൾ ഇപ്പം ചെയ്യും, നാളെ ചെയ്യും, പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് നമ്മളിലേക്ക് എത്താതെ പോകുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ള വർക്കുകളൊന്നും ആരോടും പറയാറില്ല, സീക്രട്ടായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുക. എന്നാലും സിനിമകൾ വരാൻ തുടങ്ങിയത് ഏത് വർക്കിന് ശേഷമായിരിക്കും? സിനിമകൾ കൂടുതലായിട്ട് അനുവിനെ എല്ലാവരും സമീപിക്കാൻ തുടങ്ങിയത് എപ്പോഴായിരിക്കും? സിനിമയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് പേര് എന്നെ നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം എനിക്ക് തന്നെ എൻ്റെ വർക്കുകൾ ഇറങ്ങി കുറേ കഴിഞ്ഞിട്ട് ഇത് എൻ്റെ വർക്ക് നല്ലൊരു മ്യൂസീഷ്യനെന്ന് ഞാൻ എന്നെ തന്നെ അംഗീകരിച്ച് തുടങ്ങിയ കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഷെഫീഖ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. ഷെഫീഖ് മുഹമ്മദ് ഖാൻ സർബത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിറങ്ങിയായിരുന്നു. അത് തന്നെ. അതിനുശേഷം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഒരുപാട് പേര് എന്നെ നല്ല റീച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് സിനിമ ചെയ്യണം. ഇനി ഞാൻ അവരോടും ഞാൻ എപ്പോഴും പറയും, എൻ്റെ സുഹൃത്തുക്കളോട് അവരോട് ഞാൻ ഇങ്ങനെ പറയാം, നമുക്കിനി സിനിമയെ പറ്റി മാത്രം ചിന്തിക്കാം. അപ്പോൾ അതിനുശേഷമാണ് ഒത്തിരി അവസരങ്ങൾ ശരിക്കും വരാൻ തുടങ്ങി. ഒതളങ്ങാത്തുരത്തിന് ശേഷം ഇഷ്ടംപോലെ വർക്കുകൾ വന്നിട്ടുണ്ട്, സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ സിനിമ ചെയ്യാം എന്ന് തോന്നി തുടങ്ങിയത് ഷെഫീഖ്, അഞ്ചിൻ്റെ അന്ന് സഞ്ചയനം, ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾക്ക് ശേഷം. അഞ്ചിൻ്റെ അന്ന് സഞ്ചയനം, ഷെഫീഖ്, ഇങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. അതിനുശേഷമാണ് എനിക്കും സിനിമ ചെയ്യാമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതുവരെ ഞാൻ ചെയ്യുന്നത് എനിക്കെന്തോ ക്രിഞ്ച് പോലെ തോന്നിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ ശേഷം നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ തോന്നി തുടങ്ങി. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് റിട്ടയർഡ് CID രാമചന്ദ്രൻ ചെയ്യുന്നത്, അതിനകത്തൊരു പാട്ട് ചെയ്യുന്നത്. പിന്നീട് അതിന് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സിനിമ എടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമയാണ്. അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശദമായ വിവരങ്ങളൊന്നും പുറത്തു വിടാൻ പറ്റില്ല. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നല്ല ചിരിയാട്ടോ, ചിരിയും നുണക്കുഴിയും. എനിക്കൊന്ന് വൈഫിനും ഉണ്ട് നുണക്കുഴി. അതെ, 2 നുണക്കുഴിയുണ്ട്. ഈ ചിരിക്കുമ്പോഴേയും നുണക്കുഴി വരുമ്പോഴേ അതിന് കുറെ ഫാൻസ് ഉണ്ടോ പെൺകുട്ടികൾ? ഞാൻ കുറെ കമന്റുകൾ കണ്ടിട്ടുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ എനിക്ക് നല്ല ചീത്തവിളി കേൾക്കാറുണ്ട്. ഇല്ല, അവരെല്ലാം ഇങ്ങനെ കളിയാക്കുന്നത് കൂടുതൽ. അതായത് ഞാനിങ്ങനെ പാട്ടിടുമ്പോഴും പാട്ട് പാടുമ്പോഴൊക്കെ ഞാൻ മനഃപൂർവ്വമാണ് നുണക്കുഴി കാണിക്കുന്നത്. അത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം അങ്ങനെയാണ് പറയുന്നത്. അത് എന്നെ ആക്രമിക്കാനാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അവർക്ക് അസൂയ ആയിരിക്കാം. അതെ, അസൂയ അവർക്കല്ല അസൂയ. നല്ല ചിരിയാണ്, നല്ല സൗണ്ടാണ്. അപ്പോ മൊത്തത്തിലേ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോ ഞാൻ 1-2 കമന്റുകൾ കണ്ടതാണ്. ഒരു വില്ലൻ മെറ്റീരിയലിന് പറ്റിയ ലുക്കാണ്. പക്ഷെ എനിക്ക് ഒരു നായകനെ പോലെ തോന്നുന്നൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്?
അറിയില്ല. ഓരോ വീഡിയോസ് കണ്ടിട്ടായിരിക്കും. പക്ഷെ ഒരു വില്ലൻ ലുക്കും അതില് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാ. വില്ലനും വേണ്ട, നായകനും വേണ്ട, സംഗീത സംവിധായകൻ മതി. സംഗീത സംവിധായകൻ മതി, ഫിക്സ് ചെയ്തു. കുറച്ച് നാളത്തേക്ക് അത് മതി. പിന്നെ ഇതിനും ആവശ്യമില്ലാതെ വരുമ്പോഴത്തേനും നമുക്ക് നോക്കാം. എനിക്ക് പക്ഷെ ഒരു ആഗ്രഹമുണ്ട്, പാട്ടും നന്നായിട്ട് ഇതിന്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? നന്നായിട്ട് പാടുന്നുണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരും മ്യൂസീഷ്യന്മാരായിട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ആരുമില്ല. അപ്പം ഞാനൊരു സമയം തൊട്ട് അങ്ങ് പഠിച്ചു തുടങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബന്ധു, ഒരു അമ്മാശനുണ്ട്, പുള്ളിക്കാരൻ അത് പുള്ളിക്കാരൻ പഠിക്കുന്ന കണ്ടു തുടങ്ങുന്നിട്ട് ഇങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് പുള്ളിയോടൊപ്പം ഇരുന്നിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നീട് ഞാൻ വിചാരിച്ചെന്നാൽ ഗിറ്റാർ വായിക്കാം, ഗിറ്റാർ പഠിക്കാം, അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റുകൾ പഠിക്കാമെന്ന് വെച്ചിട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നീട് അത് അന്നേരം എനിക്ക് പ്രയോജനപ്പെട്ടില്ല യഥാർത്ഥത്തിൽ. പിന്നീട് ഞാൻ എൻ്റെ മേഖല മാറി വേറെ രീതിയിലും കൊണ്ട് പോയിട്ട് എങ്കിലും പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ മ്യൂസിക് കൊള്ളാം, മ്യൂസിക്കാണ് എനിക്കിഷ്ടമുള്ള മേഖല എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് വന്നതാണ്. പിന്നീടാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മ്യൂസിക്കിൻ്റെ വേറൊരു തലം, മ്യൂസിക്കിന് ഉപരി സൗണ്ടിങ് എന്തുവാന്നുള്ളതിൻ്റെ ഒരു തലം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഫുൾ ടൈം മ്യൂസിക് തന്നെ ആവാം. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നീട് അത് കുറച്ചുകൂടെ പ്രയോജനപ്പെട്ടു. സൗണ്ട് എഞ്ചിനീയറിംഗ് നന്നായിട്ട് ഈ മേഖലയിൽ നിൽക്കാൻ വേണ്ടി നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടോ? കാരണം നമ്മൾ ഈ കാണുന്ന ഞാനിപ്പോൾ എടുത്ത് ചെയ്യുന്ന ഓരോ വീഡിയോസിനും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒത്തിരി പുറകിലായിരിക്കും, ഒത്തിരി താഴെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ പഠിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇതൊക്കെ എടുത്ത് വെച്ച് ചെയ്യാനും അല്ലെങ്കിൽ ആ സൗണ്ടൊക്കെ ക്ലാരിറ്റി കൂട്ടി എടുക്കാനും എന്താണ് സൗണ്ട്, എന്ത് സൗണ്ടാണ് നമുക്ക് കേൾക്കുന്ന ഒരാൾക്ക് ആവശ്യമുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്കൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത്. നമ്മൾ പാട്ട് ചെയ്താലും അത് പ്രയോജനപ്പെടും. ഓരോ ഇൻസ്ട്രുമെൻറ്റുകൾ എടുക്കേണ്ടത്, ആ ഇൻസ്ട്രുമെൻറ്റിനോടൊപ്പം ചേർക്കേണ്ട മറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ, അങ്ങനെ ഓരോന്നെടുത്ത് വെച്ച് ചെയ്യാനൊക്കെ പറ്റും. സൗണ്ട് എഞ്ചിനീയറിംഗ് നല്ലൊരു മേഖല. പിന്നെ സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പോഴത്തെ സിനിമയിൽ ഇപ്പൊ എക്കോ ഒക്കെ ഉണ്ട്, പിന്നെ സംഭവം അദ്ദേഹം, അതിലൊക്കെ സൗണ്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. മെയിനായിട്ട് ഇപ്പോഴത്തെ തിയേറ്ററിലൊക്കെ നമുക്ക് സൗണ്ട് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ കേൾക്കാൻ പറ്റും. തിയേറ്റർ എന്നല്ല, നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിൽ വരെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്ന ഫോണുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളൊരു റീലിട്ടാൽ പോലും അതിനായിട്ടുള്ളൊരു ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഗുണമൊന്നും ഉണ്ടാകും. ഇൻസ്റ്റാഗ്രാമിലല്ല, ഏതൊരു പ്ലാറ്റ്ഫോമിലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു ചെറിയ 30 സെക്കൻഡ് റീലായിരിക്കും, അതിനകത്ത് ഒരു 30 മണിക്കൂർ പണിയുണ്ടായിരിക്കും. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് നിസ്സാരം പോലെ കൊണ്ടിടുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നമുക്ക് ഈ റീച്ച് കാണുന്നവർക്കും കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ഞാനിങ്ങനെ ഇതിന് ശേഷം കണ്ടൊരു പയ്യൻ വന്നു, AJPയുടെ അലൻ ജോസ് പെരേരയുടെ വീഡിയോക്ക് ഗിറ്റാർ വായിച്ചു, ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ചിരിച്ചു. ഗിറ്റാർ വായിക്കാൻ മാത്രമല്ല, അതിനകത്ത് കുറേ പരിപാടി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. അത് മാത്രമല്ല സ്റ്റുഡിയോ എന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറേ വർക്കൊക്കെ ചെയ്ത് പണിയൊക്കെ ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ഇറക്കി വിട്ടത്. അപ്പോൾ അതിനകത്ത് കുറേ പണിയുണ്ട്. അല്ലാതെ വെറുതെ AJP പാടുമ്പോൾ വെറുതെ ഒരു ഗിറ്റാർ വായിക്കലല്ല. അല്ല അയാൾ അലൻ ജോസ് പെരേര പാടുന്നത് താളം തെറ്റിച്ചും പിച്ച് തെറ്റിച്ചൊക്കെയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊണ്ടുവച്ച് ശ്രുതിയിലൊക്കെ ആക്കി പിന്നീടാണ് അതിൻ്റെ കൂടെ ഗിറ്റാറൊക്കെ വായിച്ചിട്ട് പിന്നെ അത് മിക്സൊക്കെ ചെയ്ത് കേൾക്കാൻ ഒരു ക്വാളിറ്റിയിലൊക്കെ ആക്കി എടുത്തത്. അതുകൊണ്ടാണ് അത് വൈറലായത്. അങ്ങനെ കുറെ പണിയുണ്ട്, അല്ലാതെ വെറുതെ നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. അല്ല, വെറുതെ പാട്ട് കേട്ടിട്ട് അവിടെ പോയിരുന്ന് ചെയ്യല്ല, അത് കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ടാണ്. അതിന് തെറ്റിച്ച് പാടുമ്പോഴാണല്ലോ ഏറ്റവും പണി. ആർക്ക് അനുവിന് ഏറ്റവും പണി. തെറ്റിച്ച് പാടുമ്പോഴാണ് എനിക്ക് ഗുണം, പാടിയത് കൊണ്ടാണ് എനിക്ക് ഗുണമായത്. അന്നേരമാണ് വെറൈറ്റി സംഗീതം വരുന്നത്. അതെ, തെറ്റിച്ച് പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണമായി. അലൻ ജോസ് പെരേരയുടെ ഒരു തെറ്റ് എനിക്ക് വലിയൊരു ഭാഗ്യമായി. അതിന് മുമ്പേ വലിയ ഇങ്ങനെ മ്യൂസിക് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി കൂടുതൽ പേര് അറിഞ്ഞത് ഈ ഒരു വീഡിയോ വൈറലായപ്പോഴല്ലേ. ഈ വീഡിയോ മാത്രമല്ല, ജാൻമണിയുടെ വീഡിയോയും വിജയണ്ണന്റെ ഒക്കെ എല്ലാവരും ഏറ്റെടുത്ത വീഡിയോയാ അല്ലേ? വൈറൽ വീഡിയോ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ എനിക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നിയത് ഈ അലൻ ജോസ് പെരേരയുടെ വീഡിയോ. കാരണം ഞാൻ ജാൻമണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ നല്ല കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഒരു ട്രെൻഡിങ്ങിലോട്ട് പോയത് അതെ, ചപ്പാത്തി സോങ് ആണ്. അതാണ് ഹിറ്റായിട്ട്. ഒരു തെറ്റ് മതി ജീവിതം മാറാൻ. പിന്നെ ഒറ്റ തെറ്റുകൊണ്ട് തലവര തെളിഞ്ഞാനും പറ്റും. അതെ.